കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കർശന നടപടിയെടുക്കുകയാണ് പോലീസ്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോയിൽ നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. തൃശൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വിമൻ, റിവീലിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദ വിക്ടിം, അങ്ങനത്തെയുള്ള സെക്ഷൻസ്, അതിൻ്റെ കൂടെ തന്നെ IT ആക്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവുകയാണ്. താത്കാലിക പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാണ്. അത് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ഈ വീഡിയോയുടെ നമ്മൾ എല്ലാ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അറസ്റ്റും ബാക്കിയെല്ലാം ചോദ്യം എല്ലാം ചെയ്യേണ്ടി വരും. സുരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജ്, ഇത് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു മാർട്ടിനെതിരെ. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ? അതായത് ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആണോ? ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കും. ഒപ്പം തന്നെ ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി, പലപ്പോഴും ഇത്തരം വീഡിയോ വരുമ്പോൾ സ്വയം അറിയാതെ തന്നെ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നൊരു സ്വഭാവം പലർക്കുമുണ്ട്. അത്തരക്കാരൊക്കെ കുടുങ്ങും. അതുകൊണ്ട് വളരെയേറെ കരുതലോടുകൂടി അത് ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള നടപടികളും ആവശ്യപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായും സ്മിത, പോലീസ് ഇത് സംബന്ധിച്ച് ഒരു ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും ഈ വീഡിയോ ഇത്തരത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അടിയന്തരമായി ഈ വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. സ്വാഭാവികമായും അതിന് തയ്യാറാകാത്ത ആളുകൾക്കെതിരെ എല്ലാം കേസെടുക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. 127 പേർക്ക് എതിരെ ഇതിനോടകം തന്നെ ഇത്തരത്തിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചതായി കണ്ടെത്തി അവരുടെ പട്ടികയടക്കം പോലീസ് തയ്യാറാക്കി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും അടക്കം പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷ വിധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ മാർട്ടിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്നത്. അതിൽ അതിജീവിതയുടെ പേര് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പലരെയും വെള്ളപൂശുന്ന തരത്തിലൊക്കെ ആയിരുന്നു ഈ വീഡിയോ പുറത്തു വന്നിരുന്നത്. ഇത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. ഈ ശിക്ഷാവിധിക്ക് തൊട്ടു പിന്നാലെ ഇത്തരത്തിലൊരു വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന അടക്കം കണ്ടെത്തുന്നതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. സിറ്റി സൈബർ പോലീസാണ് ആദ്യഘട്ടത്തിൽ ഈ FIR അടക്കം രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് പിന്നിലും ഈ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ വിയൂർ ജയിലിലാണ് കഴിയുന്നത്. മാർട്ടിനെ നേരിട്ടെത്തി, അതായത് ജയിലിലെത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എവിടെ ചിത്രീകരിച്ചു, ഈ വീഡിയോയുടെ ഉറവിടം എവിടെയാണ് എന്ന സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇപ്പോൾ. സ്മിത, ശരി. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണം, അതിലിപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സുരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.